ടാനിറ്റിയാസ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ ഫുഡ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാൽപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നല്ല കട്ടത്തൈര് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. തൈരുണ്ടാക്കുന്നതിനാവശ്യമായ പാൽപ്പൊടി ആദ്യം തന്നെ കലക്കിയെടുക്കണം. അതിനായി ഒരു 4 കപ്പ് വെള്ളം എടുത്ത് ചൂടാകാൻ വയ്ക്കാവുന്നതാണ്. ഈ ഒരു ടീ കപ്പ് 237 മില്ലി മെഷർമെന്റ് കപ്പിന് സെയിം ആണ്. അവൈലബിലിറ്റി പോലെ മെഷർമെന്റ് കപ്പോ ടീ കപ്പോ ഏത് വേണേലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഈ 4 കപ്പ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കുവാണ്. ഇതിവിടെ നിന്ന് ഇങ്ങനെ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് തൈരുണ്ടാക്കാൻ ഏറ്റവും ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് എടുക്കാം. ഞാനിന്നിവിടെ ഉപയോഗിക്കുന്നത് ആങ്കറിൻ്റെ മിൽക്ക് പൗഡറാണ്. വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കലക്കാൻ ആവശ്യമായ പാൽപ്പൊടി നമുക്ക് എടുക്കാവുന്നതാണ്. 1 കപ്പ് വെള്ളത്തിന് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എന്ന കണക്കിൽ 4 കപ്പ് വെള്ളത്തിന് 12 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി എന്ന് പറയുമ്പോൾ 1 ടേബിൾ സ്പൂൺ വടിച്ചല്ല, 1 ടേബിൾ സ്പൂൺ നിറച്ചാണ് എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ലഭിക്കത്തുള്ളൂ. വെള്ളം തിളച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് പാൽപ്പൊടി കലക്കാൻ ആവശ്യമായ വെള്ളം അതിൽ നിന്ന് എടുക്കണം. അതിനായി നമുക്ക് ഇതുപോലൊരു തവി യൂസ് ചെയ്ത് വെള്ളം കുറേശ്ശെയായിട്ടെടുത്ത് കലക്കാവുന്നതാണ്. ഏകദേശം 3-4 തവി വെള്ളം മാത്രം ഈ പാൽപ്പൊടി കലക്കാൻ മതിയാകും. കലക്കുമ്പോൾ പാൽപ്പൊടി കട്ട കെട്ടി പോകാതിരിക്കാൻ വേണ്ടിയാണ് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെറു ചൂടായ വെള്ളം ഉപയോഗിച്ച് പാൽപ്പൊടി കലക്കുന്നത്. നല്ല ക്രീം പരുവത്തിൽ തന്നെ ഇതിനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ചെറുതായി തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ സിമ്മയിലിട്ടുകൊണ്ട് പാൽപ്പൊടി കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നത് പാൽപ്പൊടി അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിങ്ങനെ തിളച്ച് പൊങ്ങുന്നിടം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാൽ തിളച്ചു തുടങ്ങി. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ പാൽക്കൂട്ട് വാങ്ങി വെക്കാം. ഇതിനി നമുക്കൊരു 1/4 മണിക്കൂറോളം ഒന്ന് തണുക്കാൻ വെക്കാം. പാല് പക്ഷേ ഐസ് പോലെ തണുത്തു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറു ചൂടിലായിരിക്കും നമുക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ 1/4 മണിക്കൂറോളമായി ഇങ്ങനെ ഇരിക്കുന്നു. വലിയ ചൂടൊന്നുമില്ല, എന്നാൽ ഒരുപാട് തണുത്തങ്ങ് പോയിട്ടുമില്ല. തൈര് ഉറയൊഴിക്കാൻ പറ്റിയ ടെമ്പറേച്ചറാണിപ്പോൾ. എന്നാൽ നമുക്ക് തൈര് ഉറയൊഴിക്കാം. തൈര് ഉറയൊഴിക്കാൻ ആദ്യം തന്നെ വേണ്ടത് ഒരു 5-6 ടേബിൾ സ്പൂണോളം തൈരാണ്. ഇനി വേണ്ടത് ഇതുപോലൊരു ഗ്ലാസ് കണ്ടെയ്നറാണ്. ഗ്ലാസ് കണ്ടെയ്നർ ഇല്ലാത്തവർക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ഗ്ലാസ് കണ്ടെയ്നറാണ്. തൈരുണ്ടാക്കുന്നതിന് ആവശ്യമായ തൈര് ഈ കണ്ടെയ്നറിലേക്ക് നമുക്ക് എടുക്കാം. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുത്താൽ മാത്രമേ തൈരും പാലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടത്തുള്ളൂ. ഇനി ഈ പാൽപ്പൊടി കൂട്ട് ഈ തൈരിലേക്ക് ഒഴിച്ച് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. പാലും തൈരും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു ലിഡ് എടുത്ത് നന്നായി മുറുക്കി അടച്ച് 10 മുതൽ 12 മണിക്കൂർ വരെ വെക്കണം. പുളി കൂടുതൽ ഇഷ്ടമുള്ളവർ ഒരു അല്പം സമയം കൂടി പുറത്ത് വെച്ചാൽ മതിയാകും. അതിനുശേഷം ഇത് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം 12 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം.
വാവ്, നല്ല കട്ട തൈരായി കിട്ടിയിട്ടുണ്ട്. തൈര് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. വാ, നല്ല ടേസ്റ്റ് ഉണ്ട്, അധികം പുളിയൊന്നുമില്ല. ഇതെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ തൈരും കൊണ്ട് ഇനി എങ്ങനെ പുളിശ്ശേരി അല്ലെങ്കിൽ മോര് കാച്ചാം എന്നുള്ള ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാനിറ്റിയാസ് വേൾഡ്. നന്ദി, നമസ്കാരം.